കഴിഞ്ഞ ദിവസം ഒരു KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസിന്റെ ലേഡീസ് സീറ്റിന്റെ സമീപത്ത് അതീവ ഗുരുതരമായിട്ടുള്ള ചില ദൃശ്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് ഡ്രൈവർ വളരെ കഷ്ടപ്പെട്ട് പാടുപെടുന്നു. തൊട്ടിപ്പുറത്ത് കണ്ടക്ടറുടെ ബാഗ് പിടിച്ചു വാങ്ങിയിട്ട് അതിൽ ഫ്രീ സീൽ പതിക്കാൻ നോക്കുന്ന മഹിളാ മോർച്ച പ്രവർത്തകര്. അങ്ങനെ കുറെ മനോഹര ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിനുള്ളിൽ ഈ പെണ്ണുങ്ങൾ കയറുന്നത് കൊണ്ട് ചില ചാനൽ പ്രവർത്തകരും കയറിയിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ ലൈവായി തന്നെ നമുക്ക് തരികയും ചെയ്തിരുന്നു. അവരുടെ ആവശ്യം ഇതായിരുന്നു, സത്യപ്രതിജ്ഞയൊക്കെ പിന്നെ ആദ്യം ഫ്രീ ടിക്കറ്റ്. ഭരണം തുടങ്ങിയോ ഇല്ലയോ എന്നുള്ളതും ഞങ്ങളുടെ വിഷയമൊന്നുമല്ല. മെയ് 15 എന്ന് പറഞ്ഞാല് 15 കഴിഞ്ഞ് 16 ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ സൗജന്യ യാത്ര വേണം. ഇതായിരുന്നു സമരക്കാരുടെ പ്രധാന മുദ്രാവാക്യം. പുതിയ മന്ത്രിമാര് കോടി കൊടുത്ത് സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് വണ്ടി കയറുന്നതിന് മുമ്പ് തന്നെ മഹിളകൾ KSRTC വണ്ടിയിൽ കയറി സീറ്റുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. മഹിളകളുടെ വോട്ടും പിഷാരടി വിജയവും ബസ്സിനുള്ളിൽ യാത്രക്കാർ ചോദിക്കുന്ന പ്രധാന ചോദ്യമാണ്, ഇവരാണോ സർക്കാരിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് എന്ന്. നമുക്കറിയാലോ, രമേശ് പിഷാരടി പാലക്കാട് വോട്ട് ചോദിക്കാൻ പോയപ്പോ ഇതേ മഹിളാ മോർച്ചക്കാരുടെ വീടിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരെ 7 ഇലത്തേക്ക് പോകാൻ സമ്മതിച്ചിട്ടില്ല. അതായത് ഞങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് വേണം, ഞങ്ങൾ സൗജന്യമായിട്ട് പോകും എന്ന് വാശി പിടിച്ച് കയറിയിരിക്കുന്ന ഈ പെണ്ണുങ്ങളിൽ ഒരാൾ പോലും കോൺഗ്രസിനോ രമേശ് പിഷാരടിക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ അല്ലെങ്കിൽ NDA അല്ലാതെ മറ്റൊരാൾക്ക് വോട്ട് കൊടുത്തിട്ടില്ല. പിന്നെ എന്ത് അവകാശത്തിന്റെ പേരിലാണ് ഇങ്ങനെ ഇരുന്ന് പറയുന്നത് എന്ന് അറിയാൻ വയ്യ. അതും ഒരു സർക്കാർ ഭരണത്തിലേറുന്നതിന് മുമ്പേ തന്നെ. എന്നാൽ സമരക്കാരുടെ വാദം മറ്റൊന്നാണ്. പിഷാരടിയെ ജയിപ്പിച്ചതിൽ ഞങ്ങൾക്ക് വലിയ പങ്കുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ തടയാൻ ആർക്കും അവകാശമൊന്നുമില്ല എന്ന്. അത് ചിലപ്പോൾ ശരിയാകാൻ സാധ്യതയുണ്ട്. കാരണം പിഷാരടിയെ ജയിപ്പിച്ചത് 2-3 ചെറിയ പ്രകടനങ്ങളാണ്. ഒന്ന്, പിഷാരടിയെ തടഞ്ഞത് കൊണ്ട് തന്നെ അയാൾ മിണ്ടാതെ മുണ്ടും മടക്കി അങ്ങ് പോയി. നമുക്കിനി തല്ലിനുമില്ല ബഹളമില്ല, നാട്ടുകാർ തീരുമാനിക്കട്ടെ എന്നൊക്കെ തീരുമാനിച്ചു. അത് കഴിഞ്ഞപ്പോ പിന്നീട് കോഴ ആരോപണം, അതായത് വോട്ടിന് പൈസ കൊടുത്തു വോട്ട് വാങ്ങുന്നു എന്നൊരു ആരോപണം വന്നപ്പോ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല. ശോഭാ സുരേന്ദ്രൻ അവിടെ ആ കാറിലിരുന്ന ചെക്കന്മാരോട് കാണിച്ചിട്ടുള്ള ചില കലാപരിപാടികളുണ്ടല്ലോ, ആ ഒരു ധാർഷ്ട്യവും ആ ചൂടും, അതാണ് സത്യത്തിൽ BJPക്ക് വലിയ തിരിച്ചടിയായത്. അപ്പൊ അത്തരത്തിൽ ചില തിരിച്ചടികൾ ഉണ്ടായി. എന്നാലും ആ തിരിച്ചടികളൊക്കെ പിഷാരടിയെ ജയിപ്പിക്കാനും ഈ മഹിളകൾക്കൊക്കെ കഴിഞ്ഞ 15 മുതൽ സൗജന്യമായി ബസ്സിൽ യാത്ര ചെയ്യാനും വേണ്ടിയായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് സത്യത്തിൽ മനസ്സിലാകുന്നത്. ഇനിയിപ്പോ ഏത് പിഷാരടിയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വരുമെന്ന് അറിയാൻ വയ്യ. അത് വരുമായിരിക്കും. ഏതായാലും തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ ഒപ്പിച്ച് കിട്ടിയതോടെ BJP ക്യാമ്പിൽ ഇപ്പോൾ ഒരു യഥാർത്ഥ ഒരു പ്രതിപക്ഷ സ്പിരിറ്റ് ഉണ്ട്. ഒരു 150-ലാണ് ഓടുന്നത്. നിയമസഭയിൽ ചോദിക്കുന്നതിന് മുമ്പ് ബസ്സിനുള്ളിൽ ചോദിച്ചു കളയാം എന്നുള്ള ലൈനിലാണ് കാര്യങ്ങൾ. അമ്പല കമ്മിറ്റിയിലെ താലപ്പൊലിയും കുടുംബശ്രീ യോഗങ്ങളും തൽക്കാലം മാറ്റിവെച്ചിട്ടാണ് മഹിളകൾ ഈ വിപ്ലവത്തിലേക്ക് എടുത്തു ചാടിയിരിക്കുന്നത് എന്ന് ഓർക്കണം. കാണുന്നവർ ഇതിനൊരു കോമാളി സമരം എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഈ സ്പിരിറ്റിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഈ മഹിളകൾ ഈ സമരം നടത്തുന്നത്, അല്ലെങ്കിൽ ഈ സമരത്തിന്റെ ക്ലൈമാക്സ് നടക്കുന്നത് കേന്ദ്രത്തിന്റെ സ്വന്തം സർക്കാർ, അതായത് തങ്ങളുടെ സർക്കാർ NDA സർക്കാർ പെട്രോളിനും ഡീസലിനും കുത്തനെ വില കൂട്ടിയ അതേ ദിവസം തന്നെയാണ്. ഈ ഒരു ദിവസം തന്നെ വേണമായിരുന്നോ മഹിളകളെ നിങ്ങൾക്ക് ഈ സമരം നടത്താനെന്ന് നാട്ടുകാർ ചോദിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഏതായാലും സ്വന്തം പാർട്ടി ഇന്ധന വില കൂട്ടുമ്പോൾ സംസ്ഥാനത്ത് ഡീസൽ അടിച്ചോടുന്ന ബസ്സിൽ ഞങ്ങൾക്ക് ഫ്രീ വേണം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു പുതിയ നയതന്ത്രമാണെന്നാണ് തോന്നുന്നത്. ഏതായാലും മഹിളകളുടെ ഈ വരവോടെ ഭരണപക്ഷത്തിന് വലിയൊരു ആശ്വാസമായിട്ടുണ്ട്. ഞങ്ങൾ സൗജന്യം തരാൻ റെഡിയായിരുന്നു, പക്ഷേ കേന്ദ്രം ഡീസൽ വില കൂട്ടിയത് കൊണ്ട് തൽക്കാലം ഈ ഫ്രീ ടിക്കറ്റ് പരിപാടി ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് സർക്കാരിന് ഇനി സുഖമായി എസ്കേപ്പ് ചെയ്യാം. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മഹിളകൾ ഒരു ഗവൺമെന്റ് ഉത്തരവും വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വരുന്നതിന് മുമ്പ് മന്ത്രിസഭ കൂടുന്നതിന് മുമ്പൊക്കെ ഇങ്ങനെ കയറി താളം അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിളി കാണിക്കുന്ന സമയത്ത് ഇവർക്ക് ടിക്കറ്റ് കൊടുക്കാതിരിക്കാൻ ആ പാവം സ്ത്രീക്ക്, കണ്ടക്ടറും ഒരു സ്ത്രീ ആയിരുന്നല്ലോ, അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റൂല. ആ പാവത്തിന്റെ കയ്യിൽ നിന്ന് അതിന്റെ കുട്ടികൾക്ക് അരി വാങ്ങാൻ വെച്ചിരുന്ന പണം എടുത്തുകൊണ്ട് അന്നത്തെ ശമ്പളം മുഴുവൻ ഈ മഹിളകൾക്ക് ടിക്കറ്റ് എടുക്കാൻ ചെലവഴിച്ചു. ഒരുപക്ഷെ അതിലേറെ ചെലവഴിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു പാവപ്പെട്ട ഒരു മഹിളയുടെ കുടുംബം കുളന്തോണ്ടിയതിനൊന്നും യാതൊരു ഉളുപ്പും ഇവർക്കില്ല. തുടർന്നുള്ള ദിവസങ്ങളിലും ഈ മഹിളകൾ തങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ ബസ്സിൽ കയറിയാൽ തങ്ങളുടെ കുടുംബം കുളന്തോണ്ടുമല്ലോ, തങ്ങളുടെ കുട്ടികളും പട്ടിണിയാകുമല്ലോ എന്നുള്ള ഒരു അങ്കലാപ്പില് ആ പാവം മഹിളാ കണ്ടക്ടർ ഡബിൾ ബെല്ലടിക്കാൻ മറന്നുവെന്നാണ് വാർത്ത. Different angles. Don't forget to subscribe and support this channel.